പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ ഈ സന്ധ്യയുടെ യാമത്തിൽ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജീവിതഭാരവുമായി അങ്ങയെ തേടി വരുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്തണയ്ക്കണമേ. അമ്മേ മാതാവേ, ഓരോ മക്കളുടെയും ദുഃഖങ്ങളെയും വേദനകളെയും ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈശോയെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അന്ത്യത്തോളം നിന്നെ മഹത്വപ്പെടുത്തി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ആകുലതകളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ഓരോ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകുമ്പോൾ അതെല്ലാം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പലയിടങ്ങളിൽ എത്രയോ മക്കൾ രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. അവരെ എല്ലാം ഈ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ. ആ മക്കൾക്ക് വേണ്ടി ശക്തമായ ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ മക്കളുണ്ട്. അവരെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകുന്നു. തക്ക സമയത്ത് അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ എത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അനുയോജ്യമായ തുണയെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ പൈതങ്ങളെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗക്കിടക്കയിലായിപ്പോയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആ മക്കളോട് കരുണയായിരിക്കണമേ. അമ്മേ മാതാവേ, ആ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നഷ്ടപ്പെട്ടു പോയ അവരുടെ ശരീരത്തിൻ്റെ ബലത്തെ അവർക്ക് തിരികെ കൊടുക്കണമേ. ശക്തിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചു പ്രാർത്ഥിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ലല്ലോ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈശോയെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഏറെ വിദ്യ നേടിയിട്ടും ആഗ്രഹിക്കുന്ന ജോലി കരസ്ഥമാക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന എത്രയോ മക്കളുണ്ട്. അവരെ എല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യയ്ക്ക് അനുസരിച്ചുള്ള നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. വിദേശത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറ്റി അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ തക്കവിധം അവരെ ഇടയാക്കണമേ. അവർ പോകുന്ന ഇടങ്ങളിലെല്ലാം അങ്ങയെപ്പറ്റിയും തിരുകുമാരനെ പറ്റിയും ലോകമെമ്പാടും അറിയിക്കുവാൻ അവരെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ലോകമെമ്പാടും നടക്കുന്ന ദൈവിക ശുശ്രൂഷകളിലേക്ക് ഞങ്ങളിതാ ഞങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും ആവശ്യങ്ങളും എല്ലാം സമർപ്പിക്കുന്നു. ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, കൃപാസന മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. അമ്മേ മാതാവേ, അലർജി രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വയറ്റിലുണ്ടാകുന്ന മുഴകൾ മൂലം ഭാരപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. ഓരോ രോഗികളെയും ഒന്ന് തൊടണമേ. അമ്മേ മാതാവേ, ആക്സിഡന്റ് പറ്റി കിടക്കയിലായിപ്പോയി മകനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എത്രയോ വർഷങ്ങളായി ആ മകൻ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയി കിടപ്പിലാണ്. അമ്മേ മാതാവേ, ആ മകനെ ഒന്ന് ഏറ്റെടുക്കണമേ. നഷ്ടപ്പെട്ടു പോയ ആ മകന്റെ ശരീരത്തിന്റെ ബലത്തെ നീ വീണ്ടെടുത്തു കൊടുക്കണമേ. ശക്തമായി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈശോയെ, ആ രക്തസ്രാവക്കാരി സ്ത്രീ നിന്റെ വസ്ത്രത്തിന്റെ വിളമ്പിലെന്ന് വിശ്വാസത്തോടെ തൊട്ടപ്പോൾ അവൾ സൗഖ്യം പ്രാപിച്ചതുപോലെ ആ മകനിലേക്ക് നിന്റെ സൗഖ്യത്തിന്റെ ശക്തി ഒന്ന് ഒഴുക്കണമേ. ഈശോയെ, അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഇനിയും ആ മക്കൾക്കായി പ്രവർത്തിക്കണമേ. കണ്ണീരോടെയും വേദനയോടെയും ജീവിക്കുന്ന എത്രയോ മക്കളുണ്ട്. ഭവനമില്ലാതെ ഭാരപ്പെടുന്ന എത്രയോ മക്കളുണ്ട്. മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ ഭാരപ്പെട്ട് ജീവിക്കുന്ന എത്രയോ മക്കളുണ്ട്. അവരെ എല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ പകർച്ചവ്യാധികളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ
ആധികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും എല്ലാം ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ. ആപത്ത് അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. കാവൽ മാലാഖമാരാൽ ഞങ്ങളെ മുദ്രയിട്ട് കൊള്ളണമേ. ഒരു ദുഷ്ടശക്തി പോലും ഞങ്ങളെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ. നിന്റെ കരുണയുടെ കണ്ണ് ഞങ്ങളുടെ നേരെ നിന്ന് തിരിക്കണമേ. കൃപ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. പരിശുദ്ധയമ്മേ ദൈവമാതാവേ, നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ. ഈശോയെ, അനേകം മക്കൾ ഭാരപ്പെട്ട് നിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവരെ എല്ലാം ചേർത്തണയ്ക്കണമേ. അവരുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ. അവരുടെ ജീവിത സമയത്ത്, അവരുടെ കാലങ്ങളിലും, അവരുടെ വേദനിക്കുന്ന നിമിഷങ്ങളിലും എല്ലാം അങ്ങ് കൂടെ ആയിരിക്കണമേ. പരിശുദ്ധയമ്മേ ദൈവമാതാവേ, നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഏറ്റെടുക്കണമേ. അമ്മേ മാതാവേ, ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ മക്കളെ കൂടെ ആയിരിക്കണമേ. ഡോക്ടർമാരിലൂടെ അങ്ങ് പ്രവർത്തിക്കണമേ. പൂർണ്ണമായ ആരോഗ്യം അവർക്ക് കൊടുക്കണമേ. പരിശുദ്ധയമ്മേ ദൈവമാതാവേ, ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാനായി വിട്ടുപോയ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഉള്ളത്തിന്റെ വേദനകൾ മനസ്സിലാക്കി അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.